ക്രിസ്തീയ ശിഷ്യത്വത്തിൽ 10ാമത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച അതേ വേദഭാഗത്തിലേക്ക് ഇന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം കേന്ദ്രീകരിച്ചാണ് നമ്മൾ ധ്യാനിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ കർത്താവിൻ്റെ മേൽ ആത്മാവ് വന്നു, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അഭിഷേകം ചെയ്തു എന്ന കാര്യം കൂടെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രാരംഭത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗം ഞാനിവിടെ വായിക്കുന്നു. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായി. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. മുഖ്യമായിട്ടും ആ 21-ാം വാക്യത്തിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രാർത്ഥന ജീവിതമാണ് നമ്മൾ കഴിഞ്ഞ നമ്മുടെ മെഡിറ്റേഷനിൽ നമ്മൾ മുഖ്യമായിട്ടും നമ്മൾ ചിന്തിച്ചത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഏറ്റവും അവസാനം വരെ, അതായത് ക്രൂശിൽ കിടക്കുമ്പോഴും ലൂക്കോസ് 23, 34, 46 വാക്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ യേശു കർത്താവിൻ്റെ ഈ പ്രാർത്ഥനകൾ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ധാരാളമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കുറെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും ഈ രേഖപ്പെടുത്തിയതിൽ അപ്പുറമായിട്ടൊക്കെ കർത്താവ് പ്രാർത്ഥിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. എന്നാൽ ചില രേഖകൾ നമുക്ക് തിരുവെഴുത്തിലുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അപ്പൊ ഇതിനകത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഹാബിച്വലായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പൊ നമ്മളത് പഠിക്കുന്നത് നിമിത്തം യേശുവിൻ്റെ ഈ പ്രെയർ ലൈഫ് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അനുഗമിക്കുന്ന നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകണം. ആത്മാവിൻ്റെ ശക്തിയോടെ നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, ഞാൻ ഈ ഒരു ക്രിസ്തീയ ശിഷ്യത്വ പാഠങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇതിനെ നമുക്ക് രണ്ടായിട്ടിങ്ങനെ തിരിച്ചു തന്നെ കാണണം. ഇപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ജീസസിൻ്റെ ലൈഫാണ്. ഹ്യൂമാനിറ്റിയിൽ ആ സിൻലെസ് ലൈഫ് നമ്മൾ ചിന്തിക്കുകയാണ്. ജീസസിൻ്റെ പഠിപ്പിക്കലുണ്ട് ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിൽ, ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ പഠിപ്പിക്കലുകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ യേശു പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് വെച്ച് പഠിക്കാതെ, ജീസസിന്റെ ലൈഫിൽ ജീസസ് പ്രാർത്ഥിച്ചു, സോ വി മസ്റ്റ് കോപ്പി ദാറ്റ് എക്സാമ്പിൾ. അപ്പോൾ തന്നെ പ്രയർ സംബന്ധിച്ച് ധാരാളം കർത്താവിൻ്റെ ടീച്ചിങ്സ് ഉണ്ട്. അത് ജീസസിന്റെ ശിഷ്യത്വ പഠിപ്പിക്കലിൻ്റെ തലക്കെട്ടിൻ്റെ കീഴിൽ നമുക്ക് ചേർന്ന് അത് പഠിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രോങ് പ്രയർ ലൈഫ് കർത്താവിനുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എപ്പോഴും ഐഹിക ജീവിതത്തിൽ ഹി വാസ് ഇൻ കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് ഹിസ് ഫാദർ ഇൻ ഹെവൻ. അതുപോലെയുള്ള ഒരു സാഹചര്യം നമുക്കും കർത്താവ് തരുന്നുണ്ട്. നമുക്കങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറാൻ കഴിയും. ജീസസിൻ്റെ ലൈഫ് നമ്മളെ അതിനായി ചലഞ്ച് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വായിക്കാത്ത ഒരു വേദഭാഗം എബ്രായ ലേഖനം 5:7 നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. ഇവിടെയും കർത്താവിൻ്റെ ആ ഹ്യൂമാനിറ്റിയാണ് അതിൻ്റെ എഴുത്തുകാരൻ ഫോക്കസ് ചെയ്യുന്നത്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്
തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പൊ ഇത് കർത്താവിൻ്റെ ഐഹിക ജീവിതം മുഴുവനും ഇതിനകത്തുണ്ട്. അപ്പൊ നോട്ട് ജസ്റ്റ് ദ 3 years, ഓൾ ദ 33 years ആയിട്ട് നമുക്കത് ചിന്തിക്കാം. ഇവിടെ ഐഹിക ജീവിതം ജീവകാലത്ത് എന്ന് എഴുതിയിരിക്കുമ്പോൾ ദ ഹോൾ ടൈം ഓഫ് ഹിസ് ഹ്യൂമിലിയേഷൻ, കർത്താവിൻ്റെ ഈ ഹ്യൂമാനിറ്റി എടുക്കുന്ന ആ നാളുകൾ മുഴുവനുമായിട്ടും ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ തന്നെ അവസാന ഘട്ടത്തിലെ കർത്താവിൻ്റെ ആ ട്രയൽസിൻ്റെ സമയത്ത് ഉള്ള ഫോക്കസായിട്ടും നമുക്ക് അത് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഹോൾ ഹ്യൂമാനിറ്റിയുടെ ഐഹിക ജീവിതകാലത്തെ അവിടുത്തെ ജീവിതം, ശുശ്രൂഷ, ഇതെല്ലാം ജീസസ് വാസ് സോ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഫാദർ. അതാണ് നമ്മൾ ഈ വചനത്തിലൂടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നെ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന ഒരു വചനം, ഇപ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടിയും കർത്താവ് പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹി സ്റ്റിൽ പ്രേയിങ്. കർത്താവിൻ്റെ ആ പ്രെയർ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈവൻ ടുഡേ ജീസസ് ഈസ് പ്രേയിങ്. നമുക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥ അണയ്ക്കുന്നു. അതുകൊണ്ടല്ലയോ നമ്മൾ പലപ്പോഴും ജയാളികളായി നിൽക്കുന്നത്, വീഴാതെ വണ്ണം അവിടുന്ന് നമ്മളെ സൂക്ഷിക്കുന്നത്, അവിടുന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്, ബലമാണ്, ധൈര്യമാണ്, എൻകറേജ്മെൻ്റ് ആണ് ആ കാര്യം ചിന്തിക്കുന്നതിൽ. ഇതുപോലെ ലൂക്കോസ് കർത്താവിൻ്റെ പ്രയറിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ പലത് പറയുന്നുണ്ട്. അതിൽ 2 ലൂക്കോസിൽ മാത്രം കാണുന്ന പാരബിൾസ് ഉണ്ട്. ലൂക്കോസ് 11:5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അർദ്ധരാത്രിയിലെ സ്നേഹിതനെ കുറിച്ച് ഉള്ള ആ ഉപമ, അതുപോലെ ലൂക്കോസ് 18:1 മുതൽ 8 വരെ അനീതിയുള്ള ന്യായാധിപനെ കുറിച്ച് ഉള്ള പഠിപ്പിക്കൽ. അതോട് ചേർന്ന് അതേ 18-ാം അധ്യായത്തിൽ തന്നെ 9 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ഒരു ഫരീസേനും ചുങ്കക്കാരനും കൂടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു അനുഭവം അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ലൂക്കോസിൽ മാത്രം കാണാവുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇന്ന് നിങ്ങളുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ ശ്രദ്ധ 22-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള സമയം ഫോക്കസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ 21, 22 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇറ്റ് ഈസ് ഇൻ ആൻസർ ടു ദ പ്രേയർ ഓഫ് ജീസസ് that he is empowered by the Holy Spirit. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നത് ജീസസിൻ്റെ പ്രേയറിൻ്റെ മറുപടിയായിട്ടാണ് എന്നത് ഞാൻ കഴിഞ്ഞ മെഡിറ്റേഷനിൽ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതൊരു പ്രാവശ്യം കൂടെ നമ്മളത് മനസ്സിലാക്കണം. അപ്പം പ്രേയറിനെ കുറിച്ചുള്ള ഒരുപാട് റെഫറൻസ് ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ കേന്ദ്രീകരിച്ചിരുന്നു. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഈ പ്രാരംഭത്തിൽ ഐ ബിലീവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദി അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവസഭയായിട്ടും രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടും അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അഭിഷേകം ഇല്ലാതെ, ആത്മാവിൻ്റെ എംപവറിങ് ഇല്ലാതെ ശരിയായി നമുക്കൊരു ശിഷ്യത്വ ജീവിതം ജയകരമായി ജീവിക്കാൻ കഴിയുകയില്ല. അത് നാണയത്തിൻ്റെ ഒരു വശം. നാണയത്തിൻ്റെ മറുവശം, നമ്മെ ദൈവം കണ്ടിരിക്കുന്ന വേലയ്ക്കായി നമുക്ക് ആത്മാവിനെ കൂടാതെ അസാധ്യമാണ്. അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
എനിക്ക് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണം. അത് എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല, ജീസസ് ഈസ് ദ മോഡൽ. അപ്പൊ ജീസസിന്റെ ആത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു എംപവർ മീ. 2, ജീസസ് കാണിച്ചു വെച്ച മാതൃക അനുസരിച്ച് എനിക്ക് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന വേല എനിക്ക് ചെയ്ത് അത് തൃപ്തികരമായി പൂർത്തീകരിക്കണം. ദൈവത്തിന് തൃപ്തി വരുന്ന പോലെ എനിക്ക് പൂർത്തീകരിക്കണം. അതിനും എനിക്ക് എന്നിൽ തന്നെ കഴിവില്ല. ഐ നീഡ് ടു സീക്ക് ദി അനോയിന്റിങ്, ദി എംപവറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം ശിഷ്യരെന്ന നിലയിൽ യേശുവിൻ്റെ ഈ പാറ്റേൺ പ്രാർത്ഥിക്കുകയാണ്, എംപവറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന്. അത് നമ്മൾ ഫോളോ ചെയ്യണം. യേശു ദൈവമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ യേശുവിന് ആത്മാവിൻ്റെ ശാക്തീകരണം ആവശ്യമാണ്. അത് നമ്മൾക്ക് ഒരു എക്സാമ്പിളായി നമുക്ക് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീസസിന്റെ കൺസെപ്ഷൻ തന്നെ ഇറ്റ് വാസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പിന്നീട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില ആഴ്ചകൾക്ക് മുമ്പ് ലൂക്കോസ് 2:47 12-ാം വയസ്സിൽ അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. He knew the word well even as a 12-year-old boy. പിന്നീടുള്ള 18 വർഷങ്ങളിലും അവിടുന്ന് ദൈവവചനം മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പൊ ഇത്രയും വചനം അറിയാമെന്ന് ജീസസിന് ഇനി ഒരു എംപവറിങ് ആവശ്യമാണോ? Why is he praying so earnestly? അവിടെയാണ് നമ്മൾ ഒന്ന് നിന്ന് ചിന്തിക്കേണ്ടത്. ദൈവവചനം അറിയാമെങ്കിൽ ആ വചനം ശുശ്രൂഷിക്കേണ്ടതിന് പിതാവാം ദൈവം നിയോഗിക്കുന്നിടത്ത് ആ വചനത്തെ പറയേണ്ടതിന് അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി. അപ്പൊ ഇവിടെ നിന്ന് ഇതിന്റെ നാണയത്തിന്റെ മറുവശം, അനോയിന്റിങ് ആർക്കാണ്? പ്രാർത്ഥിക്കുന്നവർക്കാണ്. പക്ഷേ ദൈവവചനം അറിയാമെന്ന എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നിശ്ചയമുള്ളവർക്കാണ് ആത്മാവിന്റെ അഭിഷേകം. അഭിഷേകം എനിക്ക് വന്നു, പക്ഷെ എന്താണ് സുവിശേഷീകരണം ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന ഒരു സ്ഥിതിയല്ല വേദപുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ജീസസ് knew the word and now in answer to his prayer he is empowered by the Holy Spirit to minister the word and of course to deliver people physically even. അപ്പൊ ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വചനമല്ല ബ്രദറെ നമുക്കിന്ന് വേണ്ടത്, അഭിഷേകം മതി എന്ന് പറയുമ്പോൾ ഐ ഡിസഗ്രി വിത്ത് ദാറ്റ്. ദൈവവചനം അറിയാവുന്ന ക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. നാം ദൈവവചനം പഠിക്കണം. കൃത്യമായിട്ടും എന്താണ് ഗ്രേറ്റ് കമ്മീഷൻ, എന്താണ് ഞാൻ ചെന്ന ആളുകളോട് സുവിശേഷീകരിക്കേണ്ടത് എന്നെനിക്ക് നിശ്ചയവും ബോധ്യമുള്ള എൻ്റെ മേലാണ് പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദ സ്പിരിറ്റ് കംസ് ടു എംപവർ മീ. ഇനി ആർക്കെങ്കിലും ഇത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ എംഫസൈസ് ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 24 ഉയർത്തെഴുന്നേറ്റ കർത്താവ് 44-ാം വാക്യത്തിൽ he is explaining the scripture to the confused disciples. എന്താണ് അവരുടെ കൺഫ്യൂഷൻ? ഇത്രയും നാൾ കൂടെ നടന്നിട്ട് എല്ലാ പാഠങ്ങളും പഠിപ്പിച്ചില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ അവർ ഗ്രഹിക്കാഞ്ഞ ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും. കാരണം അവരുടെ വേദശാസ്ത്രത്തിൽ മശിയായ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് ഊഹിക്കാൻ കഴിയത്തില്ല, ചിന്തിക്കാൻ കഴിയത്തില്ല. അവരുടെ വേദശാസ്ത്രത്തിൽ അതില്ല. സോ ജീസസ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും അവരെ കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണത്തെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ പറഞ്ഞ് പഠിപ്പിച്ച ശേഷം 49-ാം വാക്യത്തിൽ പറയുകയാണ്, യെരുശലേം വിട്ടു പോകരുത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അങ്ങനെയാണ് അവർ മാളിക മുറിയിൽ ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്ന് പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വരുന്നത്. ആരുടെ മേലാണ് ആത്മാവ് വരുന്നത്? പ്രാർത്ഥിക്കുന്നവരുടെ മേലാണ്. അപ്പോസ്തലപ്രവൃത്തി 1:14-15 വാക്യം. അപ്പോൾ തന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഉള്ളവരുടെ മേലാണ്.
കൺഫ്യൂഷൻസ് എല്ലാം കർത്താവ് അവരുടേത് മാറ്റി. ഇത് ജീസസിന്റെ ശുശ്രൂഷയിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ, അതായത് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ആരംഭത്തിലും ഇറ്റ് ഈസ് വെരി ക്ലിയർ. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് ഇന്നുള്ള കർത്തൃദാസന്മാർ, ദൈവസഭയും വളരെ ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദ വേർഡ്. നാണയത്തിന്റെ ഒരു വശം. നാണയത്തിന്റെ മറുവശം, we need to tarry and pray for the empowering of the Holy Spirit. ജീസസ് ആണ് ആ മോഡൽ കാണിക്കുന്നത്. അത് എക്സാക്ട്ലി കോപ്പി ചെയ്തവരാണ് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ. ഇന്ന് ചില ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. പരിശുദ്ധാത്മാവ് ഓൾറെഡി വന്നല്ലോ, ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വരാനല്ല നമ്മുടെ കാത്തിരിപ്പ്. ആത്മാവ് വന്നു, പക്ഷെ നമ്മളിലേക്ക് ആത്മാവിന്റെ എംപവറിങ് ഉണ്ടാകണം. വി മസ്റ്റ് ഹാവ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ടത്. ഇപ്പൊ ലൂക്കോസ് 3:21-22 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് 23-ാം വാക്യം, യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പം 12-ാം വയസ്സിൽ he knew the scriptures so well, more than many scholars and more than many rabbis. എന്നിട്ടും അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തതായിട്ടോ പ്രസംഗിച്ചതായിട്ടോ രേഖകളില്ല. തീർച്ചയായിട്ടും അവിടുന്ന് ധാർമ്മികമായി പെർഫെക്റ്റ് ആയിരുന്നു. he lived a perfect life, sinless life. എന്നാലും ബാക്കിയുള്ള ആളുകളെ പോലെ സാധാരണ ജീവിതം അവിടുന്ന് നയിച്ചു. അവിടുന്ന് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയില്ല എന്നതാണ് കാണുന്നത്. ആ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത് പ്രാർത്ഥനയുടെ മറുപടിയായി പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്ന് ആവസിച്ച് കഴിയുമ്പോഴാണ് ആ അനുഭവത്തിലേക്ക് കർത്താവ് നീങ്ങുന്നതായിട്ട് കാണുന്നത്. അതാണ് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്നതുപോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇവിടെയാണ് പബ്ലിക് മിനിസ്ട്രിയിലേക്കുള്ള കർത്താവിൻ്റെ ആ ട്രാൻസിഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് കർത്താവിനെ എംപവർ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ ഹോളി സ്പിരിറ്റുമായിട്ടുള്ള എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ആത്മാവ് കർത്താവിൻ്റെ മേൽ ദേഹരൂപത്തിൽ വന്നു എന്ന് പറയുമ്പോൾ we have to be very careful to see that in some way it was unique. അതെന്താ യുണീക്ക് എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 3:34 അതിൻ്റെ മറുപടി. അളവ് കൂടാതെ കർത്താവിൻ്റെ മേൽ ആത്മാവ് വന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അളവ് കൂടാതെ കർത്താവിന് ആത്മാവെന്ന് പറയുമ്പോൾ, ബിക്കോസ് ഹി വാസ് സിൻലെസ്, ഹി വാസ് പെർഫെക്റ്റ്. അപ്പൊ ആ കാര്യത്തിൽ കർത്താവിൻ്റെ ഒരു യുണീക്നെസ് ഉണ്ടെങ്കിലും ഒരുപാട് സിമിലാരിറ്റികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിമിലാരിറ്റി നമ്മൾ അവഗണിക്കരുത്. അതുകൊണ്ട് ചില വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം കഴിഞ്ഞ് നമ്മൾ ഇനി 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിനെ നേരിട്ട് പിശാച് പരീക്ഷിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ദൈവഹിതമെങ്കിൽ നമുക്ക് അത് അടുത്ത നമ്മുടെ മെഡിറ്റേഷനിൽ ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ 1-ാം വാക്യത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യം ഹോളി സ്പിരിറ്റിൻ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ 2 കാര്യങ്ങൾ, ഒന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നും ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്നും. അപ്പൊ പ്രാർത്ഥനയുടെ ഫലമായി ജീസസിന്റെ മേൽ ഹോളി സ്പിരിറ്റ് കടന്നു വന്നു. അതിനുശേഷം ഇവിടെ എഴുതുകയാണ്, ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് യേശുവിനെ ടോട്ടലായി ആത്മാവ് നിറച്ചു.
ഓരോ ഭാഗവും എംപ്റ്റി ആയിട്ട് ഇനി ഒരിടവുമില്ല, പൂർണ്ണമായി ആത്മാവിന്റെ നിയന്ത്രണത്തിലായി എന്ന ആശയം. ജീസസ് വാസ് ടോട്ടലി പൊസസ്ഡ്, കൺട്രോൾഡ് എന്നുള്ള ആശയമാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ജീസസ് വാസ് ടോട്ടലി സാച്ചുറേറ്റഡ് എന്ന അർത്ഥം നമ്മൾ ഉൾക്കൊള്ളണം. ഇതാണ് നിറഞ്ഞു എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം സമ്പൂർണമായി ആത്മാവിൻ്റെ നിയന്ത്രണത്തിനും കർത്താവ് ഏൽപ്പിക്കപ്പെട്ടു. അപ്പം ഇത് കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയിലാണ്. അവിടുന്ന് ഹോളി സ്പിരിറ്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. അപ്പൊ ആത്മാവിൽ നിറഞ്ഞ കർത്താവ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു, ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടു എന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ജീസസിന്റെ സബ്മിഷൻ എന്ന് പറയുന്നത് ടോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് തൃപ്തികരമായി പിതാവിന്റെ ഇഷ്ടം സമ്പൂർണമായി ചെയ്തെടുത്തു. അപ്പം നമ്മളോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താ? ഇത് ജീസസ് നമുക്കൊരു മോഡലാണ്. എഫേസ്യ ലേഖനം 5:18 ഇത് തന്നെയാണ് ദൈവമക്കളോടുള്ള ആത്മാവിൻ്റെ വിശേഷമായ ഇടപെടൽ. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ബി കണ്ടിന്യൂസ്ലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, ആ അനുഭവം നമുക്കില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവം, സ്വഭാവം മൊത്തമായി ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന അനുഭവം. നമുക്കായിട്ടൊരു ജീവിതം അവിടെ ഇല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നമ്മളെക്കുറിച്ച്, അത് പൂർണ്ണമായി അനുസരിക്കത്തക്കവണ്ണം ആത്മാവിൻ്റെ ഒരു നിയന്ത്രണം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇതേ കാര്യം തന്നെ അപ്പോസ്തലന്മാരോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയതിൻ്റെ റെഫറൻസുകൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. പത്രോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 4:8, സ്തേഫാനോസിനെ കുറിച്ച് 6:5, 8, 7:55, ബർന്നബാസിനെ കുറിച്ച് 11:24, പൗലോസിനെ കുറിച്ച് 13:9. ഇവിടെയെല്ലാം ഫുൾ ഓഫ് ദ സ്പിരിറ്റ് എന്ന ഒരു പദപ്രയോഗമാണ്. They were men who were totally controlled by the Holy Spirit എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം ഇതാണ്. ശുശ്രൂഷകളുടെ രഹസ്യം ഇതാണ്. മാത്രമല്ല, രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇങ്ങനെ ആത്മാവിൽ നിറയപ്പെട്ട ആളുകളാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്നത്. ടു ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. അതും ഈ ലൂക്കോസ് 4:1 കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടതാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആ വാക്ക് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, ലെഡ് എന്ന വാക്ക് ഇംപെർഫെക്റ്റ് ടെൻസിലാണ്. അർത്ഥം കണ്ടിന്യൂലി ലെഡ്. മാസത്തിന്റെ ഏതെങ്കിലും ഒരാഴ്ച, ഒരു ദിവസവും അല്ല. ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിന്റെ നിയന്ത്രണത്തിന് സമ്പൂർണമായി വിധേയപ്പെടുന്ന ആളുകളെ മുൻപിൽ നിന്ന് ലീഡ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റാണ്. വഴി അറിയാവുന്നവൻ നമ്മോട് കൂടെ ഉണ്ട്. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്നത് ആത്മാവിനാൽ നിറഞ്ഞു എന്ന് നമ്മൾ ക്ലെയിം ചെയ്തിട്ട് ആത്മാവിന് വിധേയപ്പെടാതിരിക്കുകയാണ്. ആക്ച്വലി ദാറ്റ് ഗ്രീവ്സ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇത് വളരെ ഗൗരവമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവര് ഇതെടുക്കണം. എനിക്കിത് ഗൗരവമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത്ര സ്ട്രെസ് ഞാൻ ചെയ്ത് ഇത് നിങ്ങളുടെ മുൻപിൽ ഈ എംഫസിസ് കൊണ്ടുവരുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ പരാജയം, we are not totally surrendered to the Holy Spirit. ക്രിസ്തീയ ശുശ്രൂഷയുടെ പരാജയം, we are not totally surrendered to the Holy Spirit. അപ്പം ടോട്ടലി സറണ്ടർഡ് ടു ദ ഹോളി സ്പിരിറ്റിനെ കാണിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ ഈ കൊറോണ കാലത്ത് ഒക്കെ ഇവിടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായി ആളുകൾ ഉപയോഗിച്ചതാണ് ഗ്ലൗസ്. കയ്യിലെ നമ്മൾ ഇടുന്ന ഗ്ലൗസ്.
US-ലൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ ഈ ഗ്ലവ് ജസ്റ്റ് നമ്മുടെ ടേബിളിലോട്ട് ഈ ഗ്ലവ് വെച്ചാൽ 5 വിരലൊക്കെ അതിനുണ്ട്, പക്ഷെ അതുകൊണ്ടെന്താണ് പ്രയോജനം? എന്നാൽ എൻ്റെ കരം ഞാൻ ഈ ഗ്ലൗസിനകത്തൂടെ ഞാൻ അത് ഇടുകയാണെങ്കിൽ പിന്നീട് എൻ്റെ കൈ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഗ്ലൗവിനെയും കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഗ്ലൗവിന്റെ ഇഷ്ടമല്ല, മൈ ഹാൻഡ് ഇസ് ടോട്ടലി കൺട്രോളിങ് ദ ഗ്ലൗ എന്നതുപോലെ when the spirit comes upon us, നമ്മുടെ ഭാഗം ടോട്ടലി yielding, surrendering to the spirit. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും അങ്ങനെയാണെങ്കിൽ we will be led by the spirit, where to go, what to say, how to act. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ നിയന്ത്രിക്കും ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ ഒരു കാര്യം ഇവിടെ എടുത്തു പറയാം. ഭൂതാത്മാവിന്റെ നിയന്ത്രണം മനുഷ്യന്റെ ഹിതങ്ങളെ കൺട്രോൾ ചെയ്യുന്നതാണ്. ദാറ്റ് പേഴ്സൺ ഹാസ് നോ മോർ സേ. ആ വ്യക്തിയെ ടോട്ടലി നിയന്ത്രിക്കുകയാണ്. ആ വ്യക്തിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഒത്തിരി ചേഷ്ടകൾ കാണിക്കുന്നു, നിയന്ത്രണം വിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ് അങ്ങനെയല്ല. നാം ഏൽപ്പിച്ചു കൊടുക്കാതെ, അപ്പം വാസ്തവത്തിൽ ഹൗ മച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ഫിൽഡ് മീ എന്നതിനേക്കാൾ ഹൗ മച്ച് ഐ ഹാവ് സറണ്ടർഡ് ടു ദ സ്പിരിറ്റ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം സറണ്ടർ ചെയ്യാതെ നമ്മുടെ ഹിതത്തെ പിടിച്ചൊതുക്കി ആത്മാവ് പ്രവർത്തിക്കില്ല. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മേൽ, നമ്മളിലൂടെയും നാം എത്രത്തോളം ആത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വിധേയപ്പെട്ടു കൊടുക്കുന്നു എന്നതിലാണ് ഇരിക്കുന്നത് എന്നതാണ് ഞാൻ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ യേശുവിന്റെ ആ മോഡൽ ശ്രദ്ധിക്കുക. അവിടുന്ന് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യത്വത്തിലാണ് അവിടുന്ന് പൂർണ്ണ മനുഷ്യനായി അവിടുത്തെ സ്വഭാവം നമ്മുടെ മുൻപിൽ കാഴ്ചവെക്കുന്നത്. മനുഷ്യത്വത്തിലാണ് അവിടുന്ന് ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. അപ്പൊ മനുഷ്യത്വത്തിൽ യേശു he depended on the power of the Holy Spirit. എങ്കിൽ കേവലം മനുഷ്യരായ നമ്മൾക്ക് എത്രയധികം ആത്മാവിന്റെ സഹായവും നടത്തിപ്പും ആവശ്യമാണ് പ്രിയരെ. ഈ കർത്താവ് വെച്ചിരിക്കുന്ന മോഡലാണ് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ചെയ്തതായിട്ട് നമുക്ക് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ യേശു പ്രാർത്ഥിച്ചു, ആൻഡ് ദ സ്പിരിറ്റ് കെയിം അപ്പോൺ ജീസസ് ഇൻ പവർ. നാം പ്രാർത്ഥിച്ചാൽ ആത്മാവ് നമ്മുടെ മേലും ശക്തമായി ഇറങ്ങി വരും. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഇനി ആരെയും കാണേണ്ട കാര്യമൊന്നുമില്ല. വി മസ്റ്റ് പ്രേ. അപ്പൊ പ്രേയറിന്റെ ആ ഇമ്പോർട്ടൻസും, ആദ്യമായിട്ട് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത് കാണുന്നു. അത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച്, ദാറ്റ്സ് ഫോർ ദി എംപവറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു ഫുൾഫിൽ ദ ടാസ്ക് ദ ഫാദർ ഹാസ് ഗിവൻ ഹിം. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ മുരടിച്ച ശുശ്രൂഷകളും മുരടിച്ച നിലകൾ എല്ലാം മാറും. ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ് ഹു ഹാസ് ടു മൂവ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യതയും ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചു. യെസ്, ഐ ഹാവ് ദി അനോയിന്റിങ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു മിനിസ്റ്റർ എങ്കിൽ, വെൽ, അതല്ല വേദോസ്തവം പറയുന്നത്. എന്താണ് ആളുകളോടുള്ള മെസ്സേജ്? വാട്ട് ഈസ് ദ കിങ്ഡം മെസ്സേജ്? വാട്ട് ഷുഡ് ഐ ടെൽ ദം അബൌട്ട് ജീസസ്? ആ അറിവ് കൊണ്ട് മാത്രം പക്ഷെ നടക്കത്തുമില്ല. ഐ നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എങ്കിൽ മാത്രമേ ശുശ്രൂഷ ഇഫക്റ്റീവ് ആകത്തുള്ളൂ. ഇപ്പൊ അഭിഷേകമില്ലാതെ പ്രസംഗിക്കാൻ കഴിയും, അഭിഷേകമില്ലാതെ പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ ഉള്ളിലേക്ക്, കേൾവിക്കാരന്റെ ഉള്ളിലേക്ക് കയറി കേൾവിക്കാരനിൽ മാറ്റം വരുത്തണമെങ്കിൽ ദാറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വിത്ത് ദ ഡെവിൾ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ജീസസിന്. പക്ഷേ ആ സമയവും ആ പ്ലേസ്, ആ സാഹചര്യങ്ങൾ, ഇതെല്ലാം ആത്മാവാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ കർത്താവ് ഒരു ദിവസം
ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഐ വിൽ കോൺഫ്രണ്ട് അല്ല, ദ സ്പിരിറ്റ് ലെഡ് ഹിം. അപ്പൊ ഇവിടെ കുറച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിർജ്ജന പ്രദേശത്തേക്ക്, ഐസൊലേറ്റഡ് പ്ലേസിലേക്കാണ് പരിശുദ്ധാത്മാവ് കർത്താവിനെ നയിക്കുന്നത്. അപ്പം one of the marks of being full of the Holy Spirit is that you will be led by the Holy Spirit. ഓക്കെ, അപ്പൊ ലീഡ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ക്രൈസിസിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. പലർക്കും അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നോക്കിയേ, പിശാചിനോട് നേർക്ക് നേർ ഉള്ള യുദ്ധത്തിലേക്കാണ്, പോരാട്ടത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ടെംപ്റ്റേഷനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ആത്മാവ് നയിക്കുന്നത്. ആത്മാവ് അവിടേക്ക് നയിക്കുക മാത്രമല്ല, 40 ദിവസവും ആത്മാവ് കർത്താവിന്റെ കൂടെ ഉണ്ട്. ഇൻഫാക്ട് ഓരോ പ്രലോഭനത്തെയും കർത്താവ് തോൽപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ കോൺഫ്രണ്ടേഷനിൽ ആത്മാവ് വിൽ ബ്രിങ് ഇൻ ടു റിമെമ്പറൻസ് ആവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ, എന്നിട്ട് ഹി ഈസ് സ്പീക്കിംഗ് ദാറ്റ് അഗൻസ്റ്റ് ദ ടെംപ്റ്റേഷൻസ് ഓഫ് ദ ഈവിൾ വൺ. അപ്പം ദ സ്പിരിറ്റ് വാസ് വിത്ത് ജീസസ്. ഹി ഈസ് വിക്ടോറിയസ് in this temptation against the devil. In this war, he is victorious in his humanity by the power of the Holy Spirit and by the word of God. നമ്മൾ എന്താ പലപ്പോഴും തോക്കുന്നത്? ഒരുപക്ഷെങ്കിൽ നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ അല്ലാത്തത് കൊണ്ടും ആത്മാവ് നമ്മൾക്ക് തരുന്ന ദൈവത്തിന്റെ വചനത്തെ പ്രഖ്യാപിക്കാത്തത് കൊണ്ടും ആകാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. കർത്താവ് നന്നായിട്ട് ദൈവത്തിന്റെ വചനം പഠിച്ചു. ആ വചനങ്ങളാണ് ആത്മാവ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ഞാൻ ബ്ലാങ്കാ, ആത്മാവെല്ലാം പ്രവർത്തിക്കും. ദാറ്റ് ഈസ് നോട്ട് ദ പിക്ചർ ഹിയർ. അതല്ല ഇവിടുത്തെ പിക്ചർ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉള്ള ചിന്ത, they downplay the importance of the word of God. വചനം വേണ്ട ബ്രദറെ, വചനം വേണ്ട. അങ്ങനെ പ്രഭാഷകർ പ്രസംഗിക്കുന്ന കേട്ട് ഞാൻ ഓർക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്തു പറ്റിയെന്ന്. സി, വേർഡ് ഓഫ് ഗോഡ് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കണം. വി മസ്റ്റ് നോ ദ വേർഡ്. പഠിക്കണം ദൈവവചനം. പ്രഭാഷണങ്ങൾ കേൾക്കുക മാത്രമല്ല, വ്യക്തിപരമായി ദൈവവചനത്തിന്റെ ഒരു സ്റ്റുഡൻ്റായി മാറണം. സകലതും നമ്മുടെ ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോർ ചെയ്ത് റിമംബറൻസിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതുപോലെ നടത്തിപ്പ് ദൈവത്തിന്റെ ആത്മാവാണ്. ഇതെല്ലാമാണ് ജീസസ് ഇസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇങ്ങനെയാണ് ആ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആളുകളിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മുൻപിൽ നമ്മളെ നയിക്കാൻ പരിശുദ്ധാത്മാവിനെ ദാനമായി ദൈവം തന്നിട്ടുണ്ട്. നാം പൂർണ്ണമായി സബ്മിസീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജയാളികളായി മാറാൻ കഴിയും. അതുപോലെ നിങ്ങളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്യണേ. ജീസസിന്റെ പരസ്യ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ആത്മപൂർണനായ കർത്താവ് ഹി ഈസ് ഓൾവേസ് ഇൻ കോൺഫ്ലിക്റ്റ്. എപ്പോഴും യുദ്ധത്തിലാണ്. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ പിശാചിനോട് നേർക്കുനേർ യുദ്ധം. അത് കഴിഞ്ഞോ? കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ പറയാം, അല്പം കൂടെ. നസ്രത്തിലെ പള്ളിക്കകത്ത് കയറിയപ്പോൾ അവിടെയും കോൺഫ്ലിക്റ്റ്. ഇൻഫാക്ട് പള്ളിയിൽ നിന്ന് അവരെ പുറത്താക്കി. പിന്നെ നിരന്തരം ഫരീസയരോടും ശാസ്ത്രിമാരോടും എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലെ അറിയപ്പെട്ട ബൈബിൾ സ്കോളേഴ്സുമായിട്ട് ജീസസ് ഇസ് ഇൻ കോൺഫ്ലിക്റ്റ്. പിന്നെയോ റോമൻ ലീഡേഴ്സുമായിട്ട്, യഹൂദ മതയനുസാരികൾ യഹൂദന്മാരുമായിട്ട് കോൺഫ്ലിക്റ്റിലാണ്. ആത്മപൂർണനാണെങ്കിൽ, മാർക്ക് മൈ വേർഡ്സ്, യു വിൽ ബി ഇൻ കോൺഫ്ലിക്റ്റ് ഓൾവേസ്. പക്ഷെ അതിലെല്ലാം ജീസസ് ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ഓരോ മറുപടിയും ജീസസിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസ് ലെഡ് ബൈ ദ സ്പിരിറ്റ്. ചിലപ്പോൾ ഒരു ചോദ്യം കൊടുക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യേശു തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതോടുകൂടി അവരുടെ ഇത് കഴിയും. ചില സമയത്ത് ജീസസ് സൈലന്റായി നിൽക്കുന്നത് കാണാം, അല്ലേ? There's so much power in silence.
മിണ്ടത്തില്ല യേശു. വൈ ഇസ് ദാറ്റ്? ഈസ് Amen. ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഇത് നമുക്ക് ഒരു വലിയ മാതൃകയാണ്. നോക്കിയേ 14-ാം വാക്യം, 4:14 വരുമ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആത്മാവിന്റെ ശക്തിയോടെ എന്നൊരു പ്രയോഗം, അത് ലൂക്കോസിൽ മാത്രമാണ് ഹൈലൈറ്റ് കാണുന്നത്. അവിടെ ശക്തി എന്ന വാക്ക് ദൈവത്തിന്റെ സ്ഫോടനാത്മക അമാനുഷിക ശക്തിയെക്കുറിച്ചാണ്. എക്സ്പ്ലോസീവ് സൂപ്പർ നാച്ചുറൽ പവർ, സ്പിരിച്വൽ പവർ. ഈ പവറിനാലാണ്, ആത്മാവിന്റെ പവറിനാലാണ് കർത്താവിന്റെ ഐഹിക ജീവിതം ജീവിച്ചതും ശുശ്രൂഷിച്ചതും. കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ദൈവസഭയുടെ പിന്നീടുള്ള ശുശ്രൂഷകളിലും ഇതേ കാര്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയിൽ മുഴുവൻ ആക്ച്വലി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് എഴുതിയിരിക്കുന്നു. ഇറ്റ്സ് ദി ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ത്രൂ ദി അപ്പോസ്റ്റൽസ്. ജീസസിന്റെ അതേ മോഡലാണ്. അപ്പം പുതിയ നിയമ വിശ്വാസിക്ക് ഹോളി സ്പിരിറ്റ് ഇല്ലാതെ ജീവിക്കാനോ ശുശ്രൂഷിക്കാനോ കഴിയുകയില്ല. ജീസസ് ഐഹിക ജീവിതവും അതുപോലെ ശുശ്രൂഷയും ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹി റിട്ടേൺ ടു ഗാലിലി ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 4:18 വരുമ്പോൾ ഈ ശക്തി എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നതെന്നൂടെ അല്ലെങ്കിൽ എന്തിനെല്ലാമാണ് വെളിപ്പെട്ട് വന്നത് എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കിയ 18-ാം വാക്യം, കർത്താവ് നസ്രയത്തിലെ സിനഗോഗിൽ ചെന്ന് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. He was anointed to preach the gospel. അത് ഒരുപാട് ആളുകൾക്ക് തിരിയാത്ത കാര്യമാണ്. You mean to say you need empowering to preach the gospel? Yes. Yes. അല്ലെങ്കിൽ വാക്യമൊക്കെ കോട്ട് ചെയ്ത് ഗൂഗിൾ നോക്കി നമ്മൾ കുറെ കാര്യങ്ങൾ അടിച്ചു വിടാമെന്നേ ഉള്ളൂ. ഇഫക്റ്റീവ് ആകത്തില്ല. ഈ ഗോസ്പലിന്റെ സന്ദേശം നമ്മൾ പറയുമ്പോൾ കേൾവിക്കാരന് മാനസാന്തരവും പാപക്ഷമയും പാപമോചനവന് ഉണ്ടാകണമെങ്കിൽ, അവൻ സമർപ്പിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം അഭിഷേകത്തിലാണ് പ്രസംഗിക്കേണ്ടത്. അപ്പൊ കർത്താവിന്റെ മോഡലാണ് കാണുന്നത്. അപ്പം പ്രൈമർലി 3 വർഷത്തെ കർത്താവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് ആത്മനിറവുള്ള സുവിശേഷ പ്രഭാഷകനായിരുന്നു. ആത്മാവിന്റെ ശക്തിയോടെയാണ് ദൈവരാജ്യം അവിടുന്ന് പ്രഘോഷിച്ചത്. ഈ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പ്രിയരെ. ഈ പാറ്റേൺ തന്നെയാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്റ്റലന്മാരെല്ലാം ആത്മനിറവിലാണ് പ്രസംഗിച്ചത്. ഫസ്റ്റ് പ്രസംഗം ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 14 to 36, സ്പിരിറ്റ് ഫിൽഡ് പെന്തക്കോസ്റ്റിലെ ആദ്യത്തെ പ്രസംഗമാണ് പീറ്ററിന്റെ. ഇഫക്റ്റീവ് ആയിരുന്നു. 37-ാം വാക്യത്തിൽ ഈ കുത്തുകൊണ്ടെന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? സി, ആ കട്ടിംഗ് എഡ്ജ്, ആ പവർ വ്യാപരിക്കുന്നത് ആ പ്രീച്ചിങ്ങിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതില്ലെങ്കിൽ പ്രിയരെ, നമ്മുടെ ശുശ്രൂഷ അത് ഒരു പ്രചോദനം തരാത്ത മുരടിച്ചത് ആയി മാറും. വളരെ ബോറിംഗ് ആയിട്ട് ആളുകൾക്ക് തോന്നും. സ്പിരിറ്റ് ഫിൽഡ് വേർഡ് മിനിസ്ട്രിയാണ് ആളുകളുടെ ഉള്ളത്തിൽ ചലനമിടുന്നത് എന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും പിന്നീട് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ശുശ്രൂഷയിലും നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇൻഫാക്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ബൈ ദ വേ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും ജീസസ് വാസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. പാസ്റ്റർക്ക് അതെങ്ങനെ അറിയാം? ആക്ട്സ് 1:1-2 വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട്
ആവശ്യമെങ്കിൽ ഞാൻ ആ വാക്യങ്ങൾ വായിച്ചോളാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ഒരു വലിയ ബൈബിൾ സ്റ്റഡി എടുത്തു. 7 മൈലാണ് ആ യാത്ര. അവർ നടക്കുമ്പോൾ കർത്താവ് പഴയ നിയമത്തിൽ നിന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ജീസസ് ഇസ് ടേക്കിംഗ് എ ബൈബിൾ സ്റ്റഡി അബൌട്ട് ഹിംസെൽഫ് ത്രൂ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. അവരെന്താ പറഞ്ഞെന്നറിയാമോ? 32-ാമത്തെ വാക്യത്തിൽ, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. അതെങ്ങനെയാണ്? ഇന്ന് ആളുകൾ ചുമ്മാ പറയുന്നുണ്ട്, കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. ഇതങ്ങനല്ല. വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തുകയായിരുന്നു. ദാറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഇത് നമ്മുടെ ശുശ്രൂഷകളിലും ഉണ്ടാകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇഫ് we have the Holy Spirit. എന്ത് ചെയ്യണം? Pray. In answer to our prayer, ദൈവവചനം വേണ്ടവണ്ണം ശുശ്രൂഷിക്കേണ്ടതിന് ആത്മാവിനെ ദാനമായി നമ്മുടെ മേൽ പകരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ സമ്മതിക്കുന്നത്, Father, I cannot minister in my strength. I need help. I need the power of the Holy Spirit. ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ ദൈവം അയക്കും. ആത്മാവിനാലാണ് നാം ശുശ്രൂഷിക്കേണ്ടത്. പ്രത്യേകമായി പ്രസംഗത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടവരാണ്. ചിലപ്പോൾ ഒരു പുൾപിറ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു മാസ് ഓഡിയൻസ് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ സന്ദേശം അറിയാമെങ്കിൽ, ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ എല്ലാവരും ശുശ്രൂഷിക്കാൻ കടപ്പെട്ടവരാണ് എന്ന കാര്യം നമ്മൾ മറന്ന് പോകരുത്. സ്തോത്രം. അപ്പം പ്രസംഗിക്കാൻ വേണ്ടി ദൈവശക്തി നോക്കി. അപ്പോസ്തലപ്രവൃത്തി 4:31, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ശക്തമായ പ്രതികൂലത്തിൽ ഇവർ പ്രാർത്ഥിച്ചു. ഈ നാമത്തിൽ മിണ്ടിപ്പോകരുതെന്നാണ് ശത്രുവിൻ്റെ ആയിട്ടുള്ള അവരുടെ ത്രെട്ടനിങ്. ഈ നാമത്തിൽ മിണ്ടിപ്പോകൽ. അത്ഭുതം ചെയ്യുന്നത് ആർക്കും വിഷയമല്ല, പ്രസംഗിക്കരുത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദാറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുന്ന ദൈവശക്തിയാൽ നിറയപ്പെട്ട ആളുകൾ ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ ബോൾഡായിട്ട് they will preach the gospel. നോക്കിയ അപ്പോസ്തലപ്രവൃത്തി 6:10, എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. സ്തോത്രം. ഇങ്ങനെ ഒരു ശുശ്രൂഷയാണ് പ്രിയരെ വേണ്ടത്. അതിനായി ദൈവം നമ്മളെ എല്ലാവരും സഭയായും വ്യക്തികളായി നമ്മളെ ദൈവം ഒരുക്കും. ഈ പഠനം അതിനായി ഇടവരുത്തുമാറാകട്ടെ. നമുക്ക് പ്രയറിലേക്ക് മടങ്ങി വരാം, ദൈവവചന ധ്യാനത്തിലേക്ക് മടങ്ങി വരാം, ടാരിങ് മീറ്റിങ്ങിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എത്ര ചർച്ചുകളിൽ കാത്തിരിപ്പ് യോഗമുണ്ട്? കാത്തിരിപ്പ് യോഗം ഹാസ് ബിക്കം ഓൾഡ് ഫാഷൻ നൗ. പക്ഷെ I will tell you, 30 to 40 years back, it was a regular thing in most of the local churches in Kerala. ശനിയാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ കാത്തിരിപ്പ് യോഗം. ഇനിയും ആ കാലഘട്ടത്തിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ സ്നാനപ്പെട്ടതൊക്കെ ഓർക്കുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ലോക്കൽ ഉപദേശിയുടെ ഉള്ളത്തിൽ ഇരിക്കുന്നത് ആത്മാവിൽ നിറയണം. അതിന് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. പക്ഷെ കാലം മാറി. നമ്മൾ വി ആർ സോ ബിസി. ഞായറാഴ്ച സഭായോഗത്തിന് വരുന്നത് തന്നെ കഷ്ടിച്ച് വരാൻ ഒത്താ വന്നു എന്ന് പറയാൻ നോക്കൂ. കാത്തിരിപ്പ് യോഗോടെ പോയി. ഇറ്റ് ഈസ് എ സാഡ് തിങ്. ബട്ട് ഐ എം ഗോയിങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ്. വെരി സാഡ് തിങ്. I think, that's my personal opinion, 80% of the Pentecostal people ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അല്പസ്വല്പമെങ്കിലും എന്തെങ്കിലും ഒരു ചലനം പോലെ ബാഹ്യമായിട്ടെങ്കിലും കാണിക്കാനുള്ളത് കുറെ സഹോദരിമാർക്കേ ഉള്ളൂ.
സഹോദരന്മാരോ, വാട്ട് ഹാപ്പൻഡ്? സി, സ്ലോലിയാണ് കാര്യങ്ങളിലൊക്കെ ഒരു താഴ്ച നമുക്കുണ്ടായത്. ഇതാണ് ചർച്ചിന്റെ ക്രിസ്ത്യൻ ലൈഫിനെയും ശുശ്രൂഷയും ബാധിച്ചത്. പുതിയ ടെക്നിക്സ് ഒന്നും വേണ്ട, പുതിയ എന്തൊക്കെയോ വലിയ പരിപാടികളൊന്നും വേണ്ട. വി നീഡ് ടു റിട്ടേൺ ടു ദ ബേസിക്സ്. പ്രാർത്ഥന ഉയരട്ടെ. ഇൻ ആൻസർ ടു പ്രേയർ, God will send the mighty Holy Spirit upon us, and by the power of the Holy Spirit we will preach the gospel that will turn the world upside down. അതാണ് ഉണർവ്. പ്രൈസ് ദി ലോർഡ്. അതിനായി ഈ പഠന പരമ്പരകൾ നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് 4:40-41 വാക്യങ്ങളിൽ നോക്കിക്കേ, ആത്മാവിന്റെ ശക്തിയോടെ കർത്താവ് ചെയ്ത അടയാളങ്ങളുടെ ഒരു ലിസ്റ്റ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവർ ഒക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തന്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്ന് ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. ഇനി ഇവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെയാ. നിങ്ങൾ നോക്കിയ 5:17 ഇതെല്ലാം ലൂക്കോസിൽ എഴുതിയിരിക്കുകയാണ്. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം കൂടെ, 6-ാം അധ്യായം 19-ാം വാക്യം. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എല്ലാവരെയും സൗഖ്യമാക്കിക്കൊണ്ട് പുരുഷാരമൊക്കെ അവനെ തൊടുവാൻ ശ്രമിച്ചു. യേശു എല്ലാവരുടെ മേലെ കൈവച്ച് പ്രാർത്ഥിച്ച രംഗങ്ങളുണ്ട്. പീപ്പിൾ വർ ഹീൽഡ്. ഇവിടെ ആളുകൾ അങ്ങോട്ട് തൊടുന്നു. പീപ്പിൾ വർ ഹീൽഡ്. ഹൗ ഡിഡ് ദാറ്റ് ഹീലിംഗ് ഹാപ്പൻ? ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ നിങ്ങൾ ലൂക്കോസ് 3:21-22 വാക്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം. സീ, ആ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ജീസസിനറിയാം, ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ഹി നോസ് ദ വേർഡ് ആൻഡ് ഹി നീഡ്സ് ടു ബി എംപവർഡ്. ഇൻഫാക്ട് വചനം അറിയാമെങ്കിൽ വചനം നമ്മളെ ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗിലേക്ക് നയിക്കും. ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ നിറഞ്ഞു കവിയുന്ന അനുഭവം ഉണ്ടെങ്കിൽ ദ സ്പിരിറ്റ് വിൽ അഗൈൻ ലീഡ് us ടു ദ വേർഡ്. അങ്ങനെയല്ലേ? അല്ലാതെ ഹോളി സ്പിരിറ്റ് വന്ന് വചനത്തിൽ നമ്മളെ മാറ്റുക അല്ല പ്രിയരെ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അപ്പൊ യേശു പ്രസംഗിച്ചത് ആത്മാവിന്റെ ശക്തിയോടെയാണ്. യേശുവിന്റെ ശുശ്രൂഷ നിങ്ങൾ കണ്ടോ? He healed the sick by the power of the Holy Spirit. മാർക്ക് 5:30. രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് തൊടുമ്പോൾ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടുന്ന് ഭൂതങ്ങളെ കാസ്റ്റ് ഔട്ട് ചെയ്തത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ നോക്കിയേ ലൂക്കോസ് 11:20. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. See? ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, അപ്പൊ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയിൽ ഇതെല്ലാം വെളിപ്പെട്ടു വരുന്നത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ജീസസ് ഇതെല്ലാം അവിടുത്തെ ഡിവിനിറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ വി കനോട്ട് ഫോളോ ദാറ്റ്. പക്ഷെ കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഡിസൈപ്പിൾസ് എന്ന നിലയിൽ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കാനുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയിലും നമ്മൾ ഭാഗവാക്കാകണം. ഇത് രണ്ടും നടക്കുന്നത് ആത്മാവിന്റെ ശാക്തീകരണത്താലാണ്. ആൻഡ് ജീസസ് ഈസ് അവർ എക്സാമ്പിൾ, ജീസസ് ഈസ് അവർ മോഡൽ. നമുക്ക് ഈ യേശുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ, ഏർലി ക്രിസ്ത്യൻസും അവരുടെയും ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതായിട്ട് തിരുവെഴുത്തിൽ രേഖകളുണ്ട്. നമുക്കെല്ലാം അറിയാമല്ലോ. ആക്ട്സ് ചാപ്റ്റർ 3 40 വയസ്സ് പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ, എത്ര അത്ഭുതകരമായിട്ടാണ് ആ മനുഷ്യൻ
എഴുന്നേൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ എഴുന്നേറ്റത് കൊണ്ട് സുവിശേഷീകരണമായില്ല. ആളെല്ലാം കൂടെ കൂടിയപ്പോൾ പീറ്റർ ഇസ് പ്രീച്ചിങ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഇനി അപ്പോസ്തലപ്രവൃത്തി 1:1-2 വാക്യങ്ങൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. അതിന്റെ 3-ാം വാക്യം കൂടെ വായിച്ചാൽ, റിസറക്ഷൻ കഴിഞ്ഞിട്ടും വി സീ ദാറ്റ് ജീസസ് ഡിഡ് ദ മിനിസ്ട്രി ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടുന്ന് പഠിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്, അഗെയിൻ ഇറ്റ്സ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ചത് ആത്മാവിൽ നിറയപ്പെട്ടു. പിന്നെ ലൂക്കോസ് 4:1 വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിനാൽ നടത്തി. വെരി ഇമ്പോർട്ടൻറ്റ്. ആത്മാവിനാൽ നടത്തി. യേശു ചെല്ലേണ്ട ഇടത്ത് അവിടെ അയച്ച കാര്യങ്ങൾ യേശു ചെയ്തു. പ്രസംഗം ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് മിറക്കിൾസ്, പിന്നെ കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്, എല്ലാം ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. തൃപ്തികരമായ ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും ആത്മാവിൻ്റെ നിറവിനാൽ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഐഹിക ജീവിതമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അവസാനത്തിൽ യോഹന്നാൻ 17 മഹാപുരോഹിത പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 വാക്യങ്ങളിൽ കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ 20 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ സുവിശേഷീകരണത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതിൽ ആദ്യത്തെ 5 വാക്യങ്ങളിലെ 4-ാമത്തെ വാക്യം എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ വാക്യമാണ്. ജീസസ് ഇപ്പൊ 17-ാമത്തെ അധ്യായത്തിൽ അതാണ് ഹൈ പ്രീസ്റ്റ്ലി പ്രയർ. 18-ാം അധ്യായത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു. 19-ൽ ക്രൂശീകരണം നടക്കുകയാണ്. അപ്പൊ ഇത് ഏറ്റവും അവസാനത്തെ കർത്താവിൻ്റെ നിമിഷങ്ങളിൽ കർത്താവ് നോക്കിയ 4-ാം വാക്യത്തിൽ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. വാട്ട് എ സ്റ്റേറ്റ്മെന്റ്! ജീസസിന്റെ ഹോൾ ഐഹിക ജീവിതത്തെ ഒറ്റ വാക്യത്തിൽ പിതാവാം ദൈവത്തോട് എത്ര പ്രാഗൽഭ്യത്തോട് പറയാണ്. Whatever you gave me to do, I have done it and I have brought glory to you. Jesus, how did you do that? By the power of the Holy Spirit. പിതാവ് ആഗ്രഹിച്ച ലൈഫ് ജീവിച്ചു, പിതാവ് ആഗ്രഹിച്ച ശുശ്രൂഷ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. He was full of the Holy Spirit. He was led by the Holy Spirit എന്ന് പറയുമ്പോൾ ജീസസ് സ്വന്തം അജണ്ടയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. Oh, I feel like going into the wilderness. I feel like fighting the devil. No. He was led to do that. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പ്രിയരെ? Take the case of ministry. Take the case of your life. In your family. In the church. നമുക്കൊരു അജണ്ടയുണ്ട്. ഇതല്ല വേദപുസ്തകം പറയുന്നത്. ഇൻഫാക്ട് നമ്മുടെ അജണ്ട മരിക്കണം. Allow the Holy Spirit to lead you. അവിടെയാണ് you bring glory to the name of Jesus. നമ്മൾക്കിതുപോലെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുന്ന അവസാന നിമിഷങ്ങളിൽ can we say this? ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയത്. Can we say that? എങ്ങനെയാ മഹത്വപ്പെടുത്തിയത്? അതിന്റെ ആ വാക്യത്തിന്റെ 2-ാം ഭാഗമാ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. How did you do that? That's the leading of the Holy Spirit. That's the power of the Holy Spirit. ഇത് നമുക്കും പറയാൻ ഒക്കണമെങ്കിൽ prayer. The Spirit will come and empower us.
ലിവ് ദ ക്രിസ്ത്യൻ ലൈഫ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെ മരിപ്പിക്കുക. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് തിരുവെഴുത്ത് പറയും. ഹൗ ക്യാൻ വി ടേക്ക് അപ്പ് അവർ ക്രോസ് ആൻഡ് വാക്ക് ബിഹൈൻഡ് ജീസസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഐ ഡൈ ഡെയിലി ആൻഡ് വാക്ക് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ വിൽ ഓഫ് ഗോഡ്. വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം. 2, ശുശ്രൂഷ. ശുശ്രൂഷയിൽ രോഗി സൗഖ്യമാകണം, ഇവിടെ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ വേറൊരു ശുശ്രൂഷയ്ക്ക് ദൈവം ആത്മാവാണ്. അല്ലാതെ ഞാനിപ്പോൾ വന്നിരിക്കുന്നു, ഏതാണ്ട് വലിയ സംഭവം ഞാൻ ചെയ്യുമ്പോൾ ഞാനൊരു സംഭവം. നമ്മളല്ല പ്രിയരെ സംഭവം, ദൈവമാണ് സംഭവം. ദൈവം നമ്മളെ ഉണ്ടാക്കി നമുക്ക് ആത്മാവിനെ തന്ന് നമ്മളിലൂടെ ദൈവത്തിന് മഹത്വം എടുക്കണം. വി ആർ ക്രിയേറ്റഡ് ഫോർ ദ സോൾ പർപ്പസ് ഓഫ് ബ്രിങ്ങിങ് ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിലൂടെ നമ്മളെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായി കർത്താവ് ആത്മാവിനെ നമ്മുടെ മേൽ അയക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ which shows that we really are hungry and thirsty for the Holy Spirit. വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം, Lord fill me with your Holy Spirit. Without your Holy Spirit I cannot live the Christian life. Without your Holy Spirit I can do nothing. ശരിക്കും അതാണ് ജോൺ 15 പറയുന്നത്, വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. തൃപ്തികരമായി ജയകരമായ ജീവിതം നയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഈ ലോകത്തിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കേൾവിക്കാരായ നിങ്ങളെയും ഇത് പറയുന്ന എന്നെയും കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അവിടുത്തെ നല്ല ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.